ഓക്കെ, ഇനി ഫേസ്ബുക്കിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന്. ഇത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഇതിൽ 5.3K ഫോളോവേഴ്സ് ഉണ്ട്. അക്കൗണ്ടിൽ ഇങ്ങനെയാണ് പ്രൊഫൈൽ പിക്ക്. ഓക്കെ, ഇനി ഇതന്നെ അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതാണ് പേജ്. ഇതിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കേണ്ടത് നമ്മുടെ ഫോളോവേഴ്സ്. ഇത് പ്രൊഫൈൽ പിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 855 ഫോളോവേഴ്സേ ഉള്ളൂ പേജിന്. ഓക്കെ, 1300 പേരുള്ളത് നമ്മുടെ അക്കൗണ്ടിനാണ്. അക്കൗണ്ടിനല്ല ഇമ്പോർട്ടൻസ്, പേജിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അക്കൗണ്ടിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിൽ പോയി പ്രൊഫൈൽ പിക്കും നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഏതാ അക്കൗണ്ട് ഏതാ പോസ്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇതടിച്ചു, മ്യൂസിക് അടിച്ചു, അത് കഴിഞ്ഞ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട് എന്താ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ #, ChatGPT പോവുക, അതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതായത് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പേസ്റ്റ് ചെയ്ത് നോട്ടിലിട്ടാലും മതി. ഓക്കെ, ഇത് നെക്സ്റ്റ് അടിച്ചു. നോട്ടെ, ഇനി ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റുമോ നോട്ടെ. ഇല്ല, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് അടിച്ചു. ഇതിൽ ഇൻസ്റ്റാഗ്രാം ഓഫ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻസ് പോസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി ഇതിൽ ഷെയർ ടു സ്റ്റോറി കണ്ടോ? ഷെയർ ടു സ്റ്റോറി ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറി ആക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഷെയർ ടു സ്റ്റോറി ആക്കിയില്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യണത് പോലെ കാണിക്കാം. കൊളാബറേറ്റർ ആളുണ്ടോ എന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ. ഇല്ല, ആള് ഫേസ്ബുക്കിൽ കൊളാബറേറ്റർ അല്ല, ഫേസ്ബുക്കിലില്ല. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആഡ് ചെയ്തപ്പെട്ട ഗ്രൂപ്പുകളാണിത്. അതിലൊരു 3 ഗ്രൂപ്പ് വരെ നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പം തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ 3 സെലക്ട് ചെയ്തു, പോസ്റ്റ് ചെയ്യാണ്. പോസ്റ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാറ്റസ് മറ്റേ ഓട്ടോമാറ്റിക് എനേബിൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ മാനുവലി ചെയ്യണം. ഓക്കെ, ഇതെന്താ 2 വട്ടം വന്നത്? ഒന്നുകൂടെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യട്ടെ, പോലെ എററാണോ എന്ന് നോക്കട്ടെ. ഓക്കെ, അഡ്മിൻ അപ്രൂവ് ചെയ്തു. കണ്ടോ നമ്മുടെ പോസ്റ്റ് അഡ്മിൻ അപ്രൂവ് ചെയ്തു തൃശ്ശൂർ ലവിൽ. അങ്ങനെ പരമാവധി നമ്മൾ ചെയ്യണം, പരമാവധി ഇതിൽ. ഓക്കെ, പോസ്റ്റായി കണ്ടോ. ഇനി സ്റ്റാറ്റസ് ആക്കുക, ഷെയർ ബട്ടൺ ഞെക്കുക. ഇതിവിടെ അടിയിൽ ഈ കാണുന്ന ഷെയർ ബട്ടൺ ഞെക്കുക. അത് കഴിഞ്ഞ് സ്റ്റാറ്റസ് യുവർ സ്റ്റോറി. സ്റ്റാറ്റസിന് ഓൾറെഡി മ്യൂസിക് ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കുക. നക്ഷത്ര ഡോട്ട് അല്ലേ, ടെസ്റ്റ് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റ് ലോഡായി. കറക്റ്റ് കസ്റ്റം സ്റ്റിക്കർ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് ഷെയർ ചെയ്തു. അപ്പോൾ ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഇതായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ. 2 വട്ടം ഞാൻ പോസ്റ്റ് ചെയ്തു തെറ്റി, അതാണ് ഒരെണ്ണെടുത്ത് കളഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പേജിൽ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ കണ്ടു പോസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ ഷെയർ ബട്ടൺ ഞെക്കുക. എന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റോറി ആക്കി. ഇനി അതേപോലെ തന്നെ ത്രെഡിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ത്രെഡ് ഞെക്കുക ആദ്യം, എന്നിട്ട് ത്രെഡിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ത്രെഡിൽ പോസ്റ്റ് ചെയ്യും. അത് ഇൻസ്റ്റഗ്രാമിൽ നിന്നും അങ്ങനെ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചെയ്യാണ് നല്ലത്, ത്രെഡിൽ ചെയ്യാൻ. ഇനി ഷെയർ ബട്ടൺ തന്നെ ഞെക്കുക. പേജ് കണ്ടോ, ഈ 3ാമത്തെ ഇത് കണ്ടോ, ഒരു ഫ്ലാഗ് പോലെയുള്ളത്, അത് ഞെക്കുക. അപ്പോൾ അവർ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടേ ചോദിക്കും. അപ്പോൾ മുകളിൽ ഒരു ആരോ കണ്ടോ, ഇത് ഇവിടെ ഈ ഞാൻ ഞെക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പേജിൽ മറ്റേ പ്രൊഫൈൽ പിക്ക്. അപ്പോൾ ഈ പേജ് എടുക്കണം ഇവിടെ, എന്നിട്ട് വേണം പോസ്റ്റ് ബട്ടൺ അടിക്കാൻ, ഈ പോസ്റ്റ് ബട്ടൺ. കാരണം അല്ലെങ്കിൽ വീണ്ടും അക്കൗണ്ടിൽ 2ാമത്തെ വട്ടമാണ് പോസ്റ്റ് ചെയ്യുക. കാരണം ഇത് അക്കൗണ്ടിലാണ് നിൽക്കണേ. അപ്പോൾ ഇത് എടുത്ത് പേജ് ആക്കിയിട്ട് വേണം പോസ്റ്റ് ബട്ടൺ ഞെക്കാൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓൾറെഡി പേജിലുള്ളത് കൊണ്ട് ഞാനിത് പോസ്റ്റ് ഞെക്കുന്നില്ല. ഇൻസ്റ്റയിൽ നിന്ന് നേരിട്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേനെ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പേജിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടില്ല, അക്കൗണ്ടിൽ സ്റ്റാറ്റസ് ആക്കിയുള്ളൂ. അപ്പോൾ ഞാൻ പേജിൽ പോവാണ്. ഇതാണ് പേജിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി അത് ഷെയർ ബട്ടൺ അടിച്ചാൽ അവിടെ സ്റ്റാറ്റസ് യുവർ സ്റ്റോറി ആക്കുകയാണ്.
ഗ്രൂപ്പിലേക്കും നമ്മൾ ലിങ്ക് കൊടുക്കണം. ഇതെവിടെയെങ്കിലും നോട്ടിൽ എഴുതി വെച്ചാൽ ടൈപ്പ് ചെയ്യാതെ കഴിക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫേസ്ബുക്കിലെ കാര്യം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ഫേസ്ബുക്കിലെ ടാസ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ച് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാ വെച്ചാൽ ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോവുക. ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത് ഇത് സ്റ്റാറ്റസ് ഇട്ടതാണ്, ഇതാണ് പോസ്റ്റ്. ഇത് ഷെയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും, കണ്ടോ? അതിൽ നമ്മൾ ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളിൽ ഷെയർ വിത്തിൻ 10 ഗ്രൂപ്പ്, അതിൽ ആദ്യത്തേൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് തൃശ്ശൂർ ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഏതെങ്കിലും ഫർണിച്ചർ, ഹോൾസെയിൽ ഇൻ കേരള ഓൺലൈൻ ഫർണിച്ചർ, വെറുതെ അങ്ങനെ ഗ്രൂപ്പുകളിൽ പറ്റാവുന്നിടത്തോളം ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഫേസ്ബുക്ക് ടാസ്ക്.